അവൻ്റെ അച്ഛനും അമ്മയും ആയിട്ടുള്ള ഞാൻ അനുഭവിക്കുന്നതും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്ന് അന്ന് പോലും ഒരു പട്ടിണി കിട്ടട്ടില്ല ഇവനെ. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, സുധി ഞാനും പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ ഈ കുഞ്ഞിനെ ഞങ്ങൾ പട്ടിണി കിട്ടട്ടില്ല പിള്ളേരെ. അതൊക്കെ എന്തുകൊണ്ട് മറക്കുന്നു? എനിക്കെതിരെ എന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക. ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും പൈസ. ഇനി ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദം ഉണ്ടോ? അവള് കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്കും പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്. മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം അതുകൊണ്ട്. അത് ഇദ്ദേഹത്തോടുള്ള ഒരൊറ്റ ഇതുകൊണ്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ജനിപ്പിച്ച രണ്ടാമതൊരു മകനുണ്ട്, ആരും അന്വേഷിക്കത്ത, അല്ലെങ്കിൽ ആരും പേര് പറയാത്തൊരു മകനുണ്ട് ഇയാള് ജനിപ്പിച്ച. അങ്ങനെ എന്നെ പറയാ. ആ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിപ്പം ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിനും ഒരു ഭാവിയുള്ളതാ, അത് വളർന്നു വരേണ്ടതാ. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നാളെ ഋതപ്പൻ വളർന്നു വരുന്ന ആ ഒരു ടൈമില് സോഷ്യൽ മീഡിയ കാണുമ്പോ അതിന് ചേച്ചി എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? ഒരു പേടിയില്ല ചിത്ര. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞ് ഇത്രയും ഉണ്ടെങ്കിലും അവൻ എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഞാൻ ഈ എൻ്റെ മുടി ഇത് വിഗാണ് ചിത്രക്കറിയോ. ഇത് കീമോ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കൺപീലി പോവും, നമ്മുടെ മുടി മുഴുവൻ പോവും, മുടിയെല്ലാം പൊഴിഞ്ഞു പോവും. ഇത് വിഗാണ്, ഉണ്ട്, ഇത് വിഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവും ഇല്ല. ചേച്ചി അത് ഇടൂ. അപ്പോൾ ഇത്രയും വിഷമിച്ചിരിക്കുമ്പം ഈ കുഞ്ഞ് എന്നോട് വന്ന് പറയാം, അമ്മയുടെ മുടി എന്തിയേ? ഞാൻ പറഞ്ഞ മോനെ, അമ്മയുടെ മുടി ഇങ്ങനെ ഒരു അസുഖം വന്ന് അമ്മയ്ക്ക് അപ്പോൾ അമ്മയുടെ മുടി ഡിസംബറിൽ വരും. അമ്മ ഇന്നും വന്ന് എന്നോട് ചോദിച്ചു, അമ്മയുടെ മുടി ഡിസംബറിൽ വരുമോ അമ്മ? ഞാൻ പറഞ്ഞു വരും മോനെ. ആ കുഞ്ഞിന് എന്നോട് സ്നേഹമുണ്ട്. ഏച്ച് വെച്ചാൽ മുഴച്ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ് പണ്ടുള്ളവരൊരു ചൊല്ല് പറഞ്ഞിട്ടുണ്ട്. ഞാനേ ഈ കുഞ്ഞിനെ, ഈ 11 വയസ്സുള്ളൊരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എങ്ങനെയാണ് നോക്കിയെന്ന് ഈ മനുഷ്യനറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, അയൽപക്കംകാർക്കറിയാം, എൻ്റെ ബന്ധുമിത്രാദികൾക്കറിയാം. എൻ്റെ ബന്ധുക്കൾ വീട്ടിൽ വന്നാൽ, എൻ്റെ ഏതെങ്കിലും ബന്ധുക്കൾ വീട്ടിൽ വന്നാൽ എൻ്റെ എന്തെങ്കിലും ഫുഡ് ഐറ്റം വല്ലതും കൊണ്ടുവന്നാൽ എൻ്റെ അമ്മ പറയും, ദേ അവൻ്റെ കൊടുക്കുക, അവനൊരു ഇത് വരരുത്, വിഷമം വരരുത്. അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധുക്കളുടെ മുന്നിൽ പോലും അവനെ ഞങ്ങൾ കൊണ്ടു നടന്നത്. അറിയോ? അതൊക്കെ മറന്നാണ് ഇപ്പോൾ പെരുമാറുന്നത്. എനിക്കൊന്നും വേണ്ട. രാഹുൽ സന്തോഷമായിട്ട് ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിലും കയറുവാണെങ്കിൽ കയറട്ടെ, എന്തും ആയിക്കോട്ടെ, പൈസ ഉണ്ടാക്കി ജീവിക്കട്ടെ. എനിക്ക് 1 രൂപ തന്നിട്ടുമില്ല, എനിക്ക് വേണ്ട. ക്യാൻസറായിട്ട് കിടക്കുമല്ലേ, ഒരു വിഷമമുള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയില്ല. ഞാൻ ICU കിടക്കുക, ഇവിടെ വന്നെന്ന് അറിഞ്ഞത്. എന്നിട്ട് പരിസരം നിരീക്ഷിക്കാനോ, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ, അതാണോ വന്നത്? എന്നിട്ടൊരു വീഡിയോ ഇറക്കിയല്ലോ അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷനിൽ കിട്ടിയ പൈസയും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ. സബ്സ്ക്രിപ്ഷന് കിട്ടിയ പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അതും മേടിച്ചിട്ടല്ലേ എന്നെ ഈ കുറ്റം പറയുന്നത്, അല്ലേ? അതും മേടിച്ചിട്ടാണ് എന്നെ കുറ്റം പറയുന്നത്. അപ്പം ആരുടെ ഭാഗത്താണ് ന്യായം? എനിക്ക് അഹങ്കാരം വന്ന് പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത്, ആരുടെ ഭാഗത്താണ് ന്യായം? പൊന്നുപോലെ നോക്കിയതാ ഞാൻ, പൊന്നുപോലെ. എന്തെങ്കിലും ഒരു വളർത്തമ്മ ഒരു നെഗറ്റീവ് ഒന്ന് അടിക്കുവാണെങ്കിൽ ഇറങ്ങി പോകത്തില്ലായിരുന്നോ? എൻ്റെ കൊല്ലത്തെ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ നോക്കുമെന്ന് പറഞ്ഞ് പോയിട്ടില്ലല്ലോ. എൻ്റെ കൂടെ തന്നെയല്ലേ 7 വർഷം ഒരുമിച്ച് ജീവിച്ചത്. അമ്മാൻ തന്നെയല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഈ 21 വയസ്സായപ്പോഴത്തേനും നമ്മൾ നെഗറ്റീവ് അടിച്ച് നമുക്കിട്ട് നമ്മുടെ വീട്ടുകാരഴുക്ക്, നമ്മുടെ വീട്ടുകാർക്ക് വൃത്തിയില്ല, നമ്മുടെ വീട്ടുകാർ അവനെ ഉപദ്രവിച്ചു, നമ്മുടെ വീട്ടുകാർ ഈ മനുഷ്യനെ, എൻ്റെ ഭർത്താവിനെ ദ്രോഹിച്ചു. ഞങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഇദ്ദേഹം 7 വർഷം ഞങ്ങളോട് സന്തോഷമായിട്ട് ജീവിച്ചെന്ന് പറയാം. പിന്നെ ഞാൻ കേട്ടു, ഞാൻ കാരണം എന്തോ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല 7 വർഷമായിട്ട്. അങ്ങനെയാണെങ്കിൽ തലേന്ന് മരണസമയത്ത് മരിക്കാൻ പോയ മനുഷ്യനെന്തിനാ എന്നെ കാണാനോ എൻ്റെ വാവുട്ട എന്ന് പറഞ്ഞ് ഓടി വന്നത്? അവിടെ ഞാൻ സ്വസ്ഥത കൊടുക്കത്തില്ലെങ്കിൽ അയാൾ ഷൂട്ടിന് പോയാൽ അവിടെ നിൽക്കാമല്ലോ. എത്രയോ ദിവസം ഹോട്ടൽ റൂമുകളിൽ നിൽക്കാം. ഒരു ദിവസം പുള്ളി നിൽക്കത്തില്ല ഷൂട്ടില്ലെങ്കിൽ. പുള്ളി ഓടി വരും എന്നെ കാണാൻ, അല്ലെ എൻ്റെ മക്കളെ കാണാൻ. ഞാൻ സമാധാനം കൊടുക്കാത്തൊരു ഭർത്താവാണെങ്കിൽ പണ്ടേ ഇയാൾ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ലായിരുന്നു.
ഞാൻ അറിഞ്ഞതാ, ഞാൻ കാരണം ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ഞാൻ കാരണമല്ല ശ്രമിക്കുന്നത്, അല്ലെ ഞാൻ കാരണമല്ല ഇദ്ദേഹം വേദനിച്ചത്. ഇദ്ദേഹത്തിന്റെ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടല്ലോ. ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ അതിനകത്തെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും കിട്ടുമല്ലോ. വേണ്ട, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് അയച്ച പല വോയിസുകളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇവർ ഈ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കാതെ പല വ്ളോഗേഴ്സിന് ഇതൊക്കെ കൊടുക്കാമല്ലോ. ഇദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും എന്തിനാ മരിച്ചുപോയ ആ മനുഷ്യനെ വെറുതെ വീണ്ടും ഇതാക്കുന്നത് നമ്മൾ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. എനിക്കിതൊന്നും അറിയാഞ്ഞിട്ടല്ല. ഈ കൊല്ലത്തെ വീട്ടുകാരായിട്ടുള്ള യഥാർത്ഥ പ്രശ്നം ശരിക്കും എന്താ? ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് 2-3 വട്ടം വരുവയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് എനിക്കന്ന് കാര്യങ്ങളൊന്നുമില്ല, പൈസ കാര്യങ്ങളില്ലാത്തപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഈ പുള്ളിയുടെ ചേട്ടൻ്റെ വൈഫ് ഇപ്പം ഉള്ള അവരുടെ വല്യമ്മ എന്ന് പറയുന്ന ആളും വല്യച്ഛനും ഇവരെനിക്ക് 500 രൂപ ഉള്ള കാര്യം പറ, 500 രൂപ കൊച്ചിന് ബിസ്ക്കറ്റ് മേടിക്കാനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇല്ലെന്നല്ല, തന്നിട്ട് നിന്ന പറയുന്നതല്ല, തന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നു, തന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ആൽബങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചോദിച്ചിട്ടുമില്ല, അവർ തന്നിട്ടുമില്ല. അതിന് എതിർപ്പുണ്ടായിരുന്നു അവർക്ക്? അതിന് ആദ്യമൊക്കെ ഇല്ല, എന്നോട് നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ലോകം മുഴുവനും ക്യാൻസർ ആകും. എത്രയോ പേരെന്നെ വിളിച്ചു ചോദിച്ചു ക്യാൻസർ ആണോ ഒരു മനുഷ്യരെ വിളിച്ചു ചോദിച്ചില്ല. മെയിൻ സ്ട്രീം വണ്ണിന് കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ അന്ന് വൈകിട്ട് വിളിച്ചു ചോദിച്ചേക്കുന്നു. രേണു ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, ചേച്ചിയെ ഫോൺ എടുത്തത്. ഇങ്ങനൊരു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എത്രയും ലോകത്തുള്ള നാനാവിധത്തിലുള്ള ആളുകൾ വിളിച്ചു വെച്ചു, സത്യമാകല്ലേ രേണു, സത്യമാണോ എന്ന് വിളിച്ചു വെച്ചു വ്ളോഗേഴ്സ് ഇട്ടപ്പം തന്നെ. അതുപോലും ഇവരെ കൊണ്ട് പറ്റിയില്ലല്ലോ. ഇവർ വന്നിവിടെ എന്നിട്ട് പരിസരം നിരീക്ഷിക്കണം, ഞാനിനി എഴുന്നേക്കത്തില്ലെന്നറിയാനും അങ്ങനെ എന്നെ പറയാം. കാരണം എന്നെ വേണ്ടാത്തവരെ ഇനി എനിക്ക് വേണ്ട. ഞാനതിൻ്റെ പേരിൽ ഇനി അഹങ്കാരി ആയിക്കോട്ടെ. അവൾ ക്യാൻസർ വന്ന് അവൾക്ക് നാക്കിന് ഇല്ല, നാക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ട്രീറ്റ്മെൻറ്റ് പിടിച്ചു നിൽക്കുന്നതും ജീവനോടിരിക്കുന്നത്. അല്ല ഞാൻ പണ്ടേക്ക് ഇനി ഇവരെന്നെ ഓർത്തത് എന്നെ പെട്ടി വെച്ച് ഞാൻ പോകുന്നോ ബൈ പറഞ്ഞ് ഞാൻ പോകുന്നു, അങ്ങനെയാണോ ഓർത്തത്? അതായത് ചേച്ചി ഇപ്പോഴും തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരൊറ്റ മനക്കരുത്തും ദൈവതുല്യമായിട്ടുള്ള ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റും കൊണ്ടും പിന്നെ നല്ല ആളുകളുടെ മനസ്സിൻ്റെ ആ ശക്തിയും പ്രാർത്ഥന, എൻ്റെ വീട്ടുകാരുടെ, എൻ്റെ സ്വന്തം സഹോദരിയുടെ, പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരുടെ, പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നത് എനിക്കൊരു മാനേജറുണ്ട്. ഇപ്പോഴും ഞാൻ രേണുസുതിയാന്ന് അറിയുന്നത് ഈ മാനേജർ കരിഷ്മ വിളിക്കുമ്പോഴാണ്. എന്തും വിളിക്കും എന്നെ, മോനെ അവൾക്ക് വേണേൽ വേറെ ജോലിക്ക് പോകാമല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ മാനേജർ പോസ്റ്റ് എപ്പോഴും അവൾക്ക്. ഞാൻ പറഞ്ഞു മോനെ നീ തിരിച്ചു വരാൻ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിരിക്കുക. നമുക്ക് പഴയ പോലെ പിടിക്കണം, നമ്മൾ പ്രോഗ്രാം പിടിക്കണം, ഇനോഗ്രേഷൻ പിടിക്കണം, സിനിമ ചെയ്യണം, എല്ലാം ചെയ്യണം മോനെ. നീ എന്നും എന്നെ ഊർജം കൊണ്ടുതരുന്ന അവളാ കരിഷ്മയാണ്. അപ്പോഴാണ് ഞാനൊരു സെലിബ്രിറ്റി ആണല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. പല ആളുകളും ഞാൻ ഇപ്പോഴും തീരണം, ഞാൻ പെട്ടി വെക്കണം, എന്നെ പെട്ടി വെച്ച് ബൈ പറഞ്ഞ് പോണം. ആദരാഞ്ജലി വരെ ഇട്ടിട്ടുണ്ടല്ലോ ഒരുത്തൻ. എനിക്ക് ക്യാൻസർ ആയപ്പോൾ തന്നെ ആദരാഞ്ജലി പോസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് പല ആളുകളും.